ജനലക്ഷങ്ങൾ നെഞ്ചിലേറ്റിയ മഹാവിജയമായി കഴിഞ്ഞിരിക്കുന്ന മമ്മൂക്ക, ജിതിൻ കെ ജോസ്, വിനായകൻ ടീം ഒന്നിച്ച കളങ്കാവൽ അങ്ങനെ OTT റിലീസിന് തയ്യാറാകുകയാണ്. അല്പസമയം മുമ്പാണ് ആ ഒരു ഒഫീഷ്യൽ റിലീസ് തീയതി പുറത്തു വന്നത്. നമുക്കെല്ലാം അറിയാം, സോണി ലീവാണ് ചിത്രത്തിന്റെ OTT അവകാശം സ്വന്തമാക്കിയത്. പുറത്തു വന്നിരിക്കുന്ന ഒഫീഷ്യൽ റിപ്പോർട്ടുകൾ പ്രകാരം ഈ വരുന്ന ജനുവരി 16-ാം തീയതി ചിത്രം സോണി ലീവിലൂടെ OTT-യിലെത്തും. മലയാളത്തിന് പുറമെ തമിഴ്, തെലുങ്ക്, ഹിന്ദിയിലും ചിത്രത്തിന്റെ OTT റിലീസ് ഉണ്ടാകും. ഇതേ ദിവസം തന്നെ OTT റിലീസ് ചെയ്യപ്പെടുന്ന മറ്റൊരു ചിത്രമാണ് ദിലീപ് ലാലേട്ടൻ കേന്ദ്ര കഥാപാത്രമായി എത്തിയ ഭയം ഭക്തി ബഹുമാനം. C5-ലൂടെ അതേ ദിവസം തന്നെ OTT റിലീസ് ചെയ്യും. അതായത് ജനുവരി 16-ാം തീയതി. 2026-ൽ മമ്മൂക്കയുടേതായി പുറത്തുവരുന്ന കിഡിലൻ ലൈനപ്പുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് ഓരോ ദിവസവും അപ്ഡേറ്റുകൾ നൽകിക്കൊണ്ടിരിക്കുകയാണ് മമ്മൂട്ടി. ഇന്ന് പുറത്തു വന്ന റിപ്പോർട്ടുകൾ പ്രകാരം മമ്മൂക്ക, ലാലേട്ടൻ, മഹേഷ് നാരായണൻ ചിത്രമായ പാട്രിയറ്റിന്റെ ഒഫീഷ്യൽ ടീസർ പുറത്തുവരാൻ പോവുകയാണ്. സുശീൽ ശ്യാമിന്റെ സംഗീതത്തിൽ 1 മിനിറ്റും 15 സെക്കൻഡുമുള്ള ദൈർഘ്യമുള്ള ഒഫീഷ്യൽ ടീസറാണ് പുറത്തുവരാൻ പോകുന്നത്. ചിത്രത്തിന്റെ റിലീസ് പ്ലാൻ ചെയ്യുന്നത് ഈ വരുന്ന ഏപ്രിൽ മാസത്തിലാണ്. വിവാദങ്ങൾക്കൊടുവിൽ ദളപതി വിജയ് നായകനെ എത്തുന്ന ജനനായകന് U/A സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുകയാണ്. കൃത്യമായി പറഞ്ഞാൽ ചിത്രം ഇന്ന് തിയേറ്ററുകളിലേക്ക് എത്തേണ്ടതായിരുന്നു. സെൻസറിംഗ് റിപ്പോർട്ട് ലഭിക്കാത്തതുകൊണ്ട് ചിത്രത്തിന്റെ റിലീസ് മാറ്റുകയായിരുന്നു. പുതിയ റിലീസ് തീയതി ഇതുവരെ ഒഫീഷ്യലായിട്ട് വന്നിട്ടില്ല. ചിത്രത്തിന്റെ റിലീസ് നീളാനാണ് ചാൻസ് കാണുന്നത്. 2026-ലെ മമ്മൂക്കയുടെ ലൈനപ്പുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞതാണ്. ഇപ്പോഴത്തെ പുതിയ പ്രൊജക്റ്റിലേക്ക് ബേസിൽ ജോസഫ് ചിത്രവും ടിനു പാപ്പച്ചന്റെ സംവിധാനത്തിൽ കാവ്യ ഫിലിംസ് നിർമ്മിക്കുന്ന ചിത്രവും എത്തിയിരിക്കുകയാണ്. ഈ കൊല്ലം മമ്മൂക്കയുടേതായി ആദ്യം തിയേറ്ററുകളിൽ എത്തുന്നത് മമ്മൂക്ക ക്യാമിയോ അപ്പിയറൻസിലെത്തുന്ന ചത്തപ്പച്ചയാണ്. ജനുവരി 22-ാം തീയതി ചിത്രം തിയേറ്ററുകളിലെത്തും. അപ്പോൾ ഈ ഒരു അപ്ഡേറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. അടുത്തൊരു അപ്ഡേറ്റുമായി നമുക്ക് വീണ്ടും കാണാം.